ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സോളാർ സമരവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി ജോൺ ബ്രിട്ടാസ് എം പി. സമരം ഒത്തുതീർപ്പാക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പ് വഴിയാണ് തന്നെ ബന്ധപ്പെട്ടതെന്ന് മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ വിശദീകരിച്ചു. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നു എന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിലെ പരാമർശം ചർച്ചയായ സാഹചര്യത്തിലായിരുന്നു ജോൺ ബ്രിട്ടാസ് എം പി CPM കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. തിരുവഞ്ചൂരുമായി സംസാരിച്ചതിനെ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയെപ്പറ്റി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം താൻ മുന്നോട്ട് വയ്ക്കുകയും അത് പിന്നീട് തിരുവഞ്ചൂർ അംഗീകരിക്കുകയുമാണ് ഉണ്ടായതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കേരളയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു TP വധക്കേസ് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങാതിരിക്കാനാണ് ആ തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് ആരോപണമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സമരം നടന്നതെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച ശേഷമല്ല ഓരോ സമരവും പിൻവലിക്കുന്നതെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. സമരം ചെയ്യുന്ന നേതാക്കളുമായി ബന്ധപ്പെടുന്നതിന് പകരം ബ്രിട്ടാസുമായി ബന്ധപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ നേതാക്കളെല്ലാം സമരരംഗത്തായതുകൊണ്ട് അവരുമായി ബന്ധപ്പെടാൻ അസൗകര്യമുള്ളതുകൊണ്ടായിരിക്കാം എന്ന് ബ്രിട്ടാസ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.